സൂര്യചേട്ടൻ മുന്നേ എവിടെയെങ്കിലും പോകാനായിട്ട് ഒരുങ്ങി നിന്ന വിഷമം ഇസൂനും ആലിക്കായിരുന്നു. ഏതുകൊണ്ട് അതൊക്കെ മനസ്സിലാകാനാകുന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, ആൾക്കെല്ലാം നന്നായിട്ട് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഭയങ്കര വിഷമമാണ്. സൂര്യചേട്ടൻ ഉടുപ്പൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേന് ഇസു ആലി യൂഷ്വലി ഉള്ള പോലെ തന്നെ വിഷമമൊക്കെ തുടങ്ങി. അച്ഛനോട് കളിക്കാനായിട്ട് ബോളൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അത് കളിച്ചിട്ടെങ്കിലും അച്ഛൻ പോകാണ്ടിരിക്കും എന്ന് പറയാനായിട്ട്. ഏതൂട്ടം കാണിക്കുന്നത് കൈ അങ്ങോട്ട് നേരെ അങ്ങോട്ട് പോന്ന്, ഞാൻ വരുന്നുണ്ട് കൂടെ, നമുക്ക് ബൈക്കിൽ പോകാം എന്നുള്ള രീതിയിലാണ് ഏതൂട്ടം കൈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആരെയും കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് 3 പേരെയും തറയിലാക്കിയിട്ട് സൂര്യചേട്ടൻ പോകുന്നത് വേറെ എങ്ങുമല്ല, ഹോസ്പിറ്റലിലേക്കാണ്. പിള്ളേരോടൊക്കെ ഇച്ചിരി നേരം കളിച്ചിട്ട് ആൾ പോകുന്ന ഹോസ്പിറ്റലിലേക്കാണ്. ഞാൻ പറഞ്ഞല്ലോ, അമ്മയും കൊണ്ടാണ് ഹോസ്പിറ്റലിൽ പോകുന്നത്. നമ്മുടെ അമ്മയ്ക്ക്, ആറ്റിങ്ങലിലെ അമ്മയ്ക്ക് വയ്യാണ്ടിരിക്കുകയാണ്, ആൾക്ക് ഷോൾഡർ പെയിൻ ഉണ്ട്. അപ്പം ഇവിടെ ട്രിവാൻഡ്രത്തെ ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത്. അപ്പോൾ സൂര്യചേട്ടൻ അമ്മയും കൊണ്ട് പോകും ഹോസ്പിറ്റലിലോട്ട്. അമ്മ അവിടെ വരും, സൂര്യചേട്ടൻ അവിടെ പോയിട്ട് അമ്മയും കാണിച്ചിട്ട് തിരിച്ചു വരും. അങ്ങനെയാണ് പ്ലാൻ. നമ്മുടെ ഇസു ചേച്ചിയുടെ ബോൾ അങ്ങടേക്ക് പോയി. അച്ഛൻ പോകാതിരിക്കാനാണ് അവൾ ഈ ബോൾ കളിയും കൊണ്ട് നിൽക്കുന്നത് കേട്ടോ. എന്തായാലും അച്ഛന് പോയല്ലേ പറ്റത്തുള്ളൂ, അത് ഇവർക്ക് അറിയത്തില്ല. എന്തായാലും നമ്മുടെ ഏതൂട്ടിന് ഭയങ്കര വിഷമമായിരുന്നേ. ഏതൂട്ടം പിന്നെയും പുറകെ നടക്കുന്നുണ്ടായിരുന്നു, അവനെയും കൂടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. ഈ ഇസു നല്ല വിഷമത്തിലാണ്. അമ്മമ്മയും കൊണ്ടുവരാം. അമ്മമ്മയെ കൊണ്ടുവരാൻ പോവാണെങ്കിൽ ഇതിന് കുഴപ്പമില്ല അല്ലേ? ഇതുട്ടാ എന്റെ അമ്മമ്മയെ കൊണ്ടുവരാൻ ഞാനില്ലാതെ പോവാൻ പറ്റില്ല. മുമ്പ് എങ്ങോട്ടെങ്കിലും പോയിട്ട് വരുമ്പോഴത്തേന് ഇസുവിൻ്റെ ആലിയുടെ വിഷമമായിരുന്നു. ഇപ്പതേ 3ാമത് ഒരുത്തനും കൂടെ അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ടോ, ഒളിച്ച് പോകുന്നതൊക്കെ. അതൊക്കെ ഒരു ട്രസ്റ്റ് ബ്രേക്കിംഗ് ആയിട്ട് പിന്നെ മാറും. കുഞ്ഞിനെ അങ്ങനെ അവർക്ക് നമ്മളുടെ അടുത്തുള്ള ഒരു വിശ്വാസം നഷ്ടപ്പെടും എന്നുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിന് അങ്ങനെ നിൽക്കാറില്ല. കാര്യം അവനെ കാണിച്ചുകൊണ്ട് തന്നെ എങ്ങോട്ടെങ്കിലും പോകത്തുള്ളൂ. അതിപ്പോൾ ഞാൻ പോവുകയാണെങ്കിലും അങ്ങനെ തന്നെയായിരിക്കും. അപ്പം 3 മക്കളോടും പറഞ്ഞിട്ട് സൂര്യചേട്ടൻ ഇറങ്ങുകയാണ്. 3 പേർക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മുടെ ഏതൂട്ട് അവിടെ നിന്നിട്ട് ആലിയെ നോക്കിയിട്ട് ആലിയുടെ കയ്യിലൊക്കെ പിടിക്കുന്നുണ്ടായിരുന്നു. നീ എന്തിനാ അതിനകത്ത് കയറിയിരിക്കുന്നത്, വാ നിന്നെയും കൂടി ഞാൻ ഇങ്ങോട്ട് ഇറക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ആലിയുടെ കയ്യിലൊക്കെ കയറി പിടിക്കുന്നുണ്ടായിരുന്നു. അവരെ ഇങ്ങോട്ട് ഇറക്കാത്ത എന്താണെന്ന് വെച്ചാൽ ബൈക്ക് എന്തായാലും ഇറക്കുമ്പോഴത്തേനും ഗേറ്റ് തുറക്കണമല്ലോ. അപ്പം പിന്നെ ഇവർ ചാടിയാലോ എന്ന് കരുതിയിട്ടാണ് അവരെ ഇങ്ങോട്ട് ഇറക്കാത്തത്. മെല്ലെ പോയിട്ട് വരണേ. അമ്മമ്മയെ കൊണ്ടുവരും. ഇപ്പൊ വരൂടി, 3 കൂടെ ഇവിടെ നിൽക്കുക. ഇപ്പൊ വരൂ കേട്ടോ, ഇപ്പൊ വരും മക്കളെ. അമ്മമ്മയെ കൊണ്ടുവരാൻ പോയതാ കേട്ടോ. അമ്മമ്മ ഹോസ്പിറ്റലിൽ കാണിക്കണ്ടേ. ഇപ്പൊ വരും മുന്നേ, ഇപ്പൊ വരും. ഇസു ആലി ഉണ്ടല്ലോ, അമ്മ പോയി കളിക്കും. അവൻ കുറേ നേരം ഡോറ് തുറക്കാനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ആദ്യം കീ എടുക്കാൻ നോക്കുന്നുണ്ട്, പിന്നെ ഡോറ് തുറക്കാൻ നോക്കുന്നു. അങ്ങനെ ആകെ ഒരു ബഹളമായിരുന്നു. ഞാൻ കീ എടുത്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൻ വീണ്ടും അത് അതിലേക്ക് വെച്ചിട്ട് അത് തുറക്കണം എന്നുള്ള രീതിയിൽ നിൽക്കുകയായിരുന്നു. അവൻ പുറത്തേക്ക് പോകാനായിട്ട്, ഡാഡയുടെ അടുത്തേക്ക് പോകാനായിട്ട്. ഇസുവിനും ആലിക്കും പിന്നെ ഞാൻ കൂടെ ഉണ്ടല്ലോ, അതുകൊണ്ട് വലിയ പ്രശ്നമില്ലായിരുന്നു. അവർക്കിത് ശീലമാണല്ലോ. ഇവനാണല്ലോ ഇത് പുതുതായിട്ട് കണ്ടുവരുന്നത്. അതുകൊണ്ട് ഇവനായിരുന്നു ടെൻഷൻ ഇത്തവണ കൂടുതൽ. പിന്നെ പുറത്തെന്തോ ഒരു സൗണ്ട് കേട്ടു. അതിന് ഇസു അവിടെ ബഹളമായിരുന്നു, കുറേ നേരം നോക്കി നിൽക്കുകയായിരുന്നു. അപ്പോൾ അതെന്താണെന്ന് അറിയാനായിട്ട് ഏതുകൊണ്ടും പോയി നോക്കുന്നുണ്ടായിരുന്നു. പുറത്തെന്തെങ്കിലും സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ ഫെമിലിയർ അല്ലാത്ത സൗണ്ട് ആണെങ്കിൽ ഇസ് ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കും. ഈ എങ്ങാനും ഇസ് മിണ്ടിയില്ലെങ്കിൽ ആലി അപ്പം ബഹളം തുടങ്ങും. ഇസുവിനോട് ബഹളം ഉണ്ടാക്കാനായിട്ട് അവൻ ബഹളം തുടങ്ങും.
അങ്ങനെയാണ്. അപ്പോൾ ഇത്തവണ നന്നായിട്ട് ബഹളം ഉണ്ടാക്കി കുരയ്ക്കുന്നുണ്ട്. ഡാഡ ഇപ്പൊ വരും, ഇപ്പൊ വരും എടാ കൂട്ടാ. ഇവൻ ചെറിയ പുള്ളിയൊന്നും അല്ല കേട്ടോ. ആ ഡോർ എങ്ങനെയൊക്കെ തുറക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ അവനൊരു ഗവേഷണം തന്നെ നടക്കുന്നുണ്ടായിരുന്നു. ആദ്യം അതിൻ്റെ എന്താ പറയുക, കീ തുറക്കാൻ നോക്കി. അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ താഴെയുള്ള ഭാഗം തുറക്കാൻ നോക്കുന്ന ഒരു ബഹളമായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് നേരം ഒന്ന് അടക്കി ഇരുത്താനായിട്ട് കുറേ കളിപ്പാട്ടങ്ങളൊക്കെ എടുത്ത് കൊടുത്തിട്ട് അവിടെ ഇരുത്താൻ നോക്കി. പക്ഷെ നടക്കുന്നില്ലായിരുന്നു. ഇടയ്ക്ക് ഇവന് ഏത്തപ്പഴം ഇഷ്ടമാണ്, അപ്പോൾ അത് കൊടുക്കാനായിട്ട് വന്നു. പക്ഷെ ഡാഡ പോയത് കൊണ്ട് അവൻ അതും തുപ്പിക്കളയുന്നുണ്ടായിരുന്നു, മര്യാദ കഴിക്കുന്നില്ലായിരുന്നു. അച്ഛൻ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ പിന്നെ ഈസുവിൻ്റെ അലിയുടെ കാര്യം പറയാനില്ലല്ലോ. ആലി പിന്നും ഇച്ചിരിയെങ്കിലും ഒന്ന് അനങ്ങും. ആലിക്ക് നല്ല വിഷമമാണ്, പക്ഷേ ഈസു ഒട്ടും അനങ്ങത്തില്ല, അവിടെ തന്നെ കിടക്കും. പിന്നെ ഞാനുള്ളതുകൊണ്ടാണ് ഇപ്പോഴും ഈസു സഹിച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഏതുകൂട്ടം കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് കളിക്കാൻ നോക്കി, എന്നിട്ട് ഒരു സമാധാനം ഇല്ലായിരുന്നു. അവിടെ ഇരുന്നോട്ടെ. ആരാ അത്? അപ്പ അപ്പ അപ്പ, അയ്യോ അപ്പ. അവളെ ഇവൻ കണ്ടിട്ട് 2 മാസത്തിൽ കൂടുതലായി. പക്ഷെ അപ്പ അപ്പ എന്ന് വിളിച്ചിട്ട് അവളുടെ ഫോട്ടോ കൊണ്ട് നല്ല ബഹളമായിരുന്നു. ഒരു ഉമ്മ തരാവോ അമ്മയ്ക്ക്? അമ്മയ്ക്ക് ഒരു ഉമ്മ തരാവോ? ഹഗ് തരുവോ? ഹഗ് എന്ന് എങ്ങനെയാ പറയാ? ഹഗ് എന്ന് എങ്ങനെയാ പറയാ? ഹഗ് ഏതപ്പാ? എടാ ഹഗ് എന്ന് എങ്ങനെയാടാ പറയുന്നേ? ഹഗ് എങ്ങനെയാ പറഞ്ഞേ? കേൾക്കുന്നില്ല. ഹഗ് എങ്ങനെയാ ഹഗ് എന്ന് പറയാ? ഹഗ് ഹഗ് എങ്ങനെയാ പറയൂ. ഓക്കെ. കാക്കാന്ന് എങ്ങനെയാ പറയാ? കാക്ക കാക്ക കാക്ക. ഓക്കെ. ഡാഡാന്ന് എങ്ങനെയാ പറയാ? ഡാഡാ. കാണോ വരുന്ന ഡാഡാ? ഡാഡ വന്നില്ല, ഇത് വീഡിയോ ആണ്. ഇറ്റ്സ് എ വീഡിയോ. ഓക്കെ. ഡാഡാന്ന് എങ്ങനെയാ പറയാ? വാട്ട്സ് യുവർ ഡാഡാസ് നെയിം? ഡാഡയുടെ പേരെന്താ? സൂരജ്. സൂരജ്. ആ. വാട്ട്സ് യുവർ മമ്മാസ് നെയിം? മമ്മയുടെ പേരെന്താ? മിത. വാട്ട്സ് യുവർ ബ്രദേഴ്സ് നെയിം? ആലി. വാട്ട്സ് യുവർ സിസ്റ്റേഴ്സ് നെയിം? ഇസു. ക്ലിയർ? ഓക്കെ. അമ്മ വേറെ കാര്യങ്ങൾ പറയാം. വേറെ ചോദിക്കട്ടെ. തത്ത. തത്താന്ന് എങ്ങനെയാ പറയാ? തത്ത. പാരറ്റ്. തത്ത. തത്ത. തത്ത പറ. ആ തത്ത. കാക്ക. കാക്ക. കാക്കാന്ന് പറഞ്ഞില്ലല്ലോ പൊന്നു. ആ കാക്കാന്ന് പറഞ്ഞില്ലല്ലോ പൊന്നു. ഇനി അപ്പാന്ന് എങ്ങനെയാ വിളിക്കുക? അപ്പ. അപ്പ. അപ്പ വന്നില്ല. അപ്പ വിളിച്ചേ. പപ്പ അല്ല അപ്പ. അമ്മ ചേച്ചി എങ്ങനെയാ വിളിക്കുന്നത്? ചേച്ചി. ചേച്ചി. ഓക്കെ. ചേട്ടനെ എങ്ങനെയാ വിളിക്കുന്നത്? ചേട്ടാ വിളി. ചേട്ടാ. ആ ചേട്ടാ അവിടെ ഉണ്ട്, വിളി നീ. ചേട്ടാന്ന് വിളി. ചേട്ടാ വിളിക്കൂലേ? പാവം ചേട്ടന് സങ്കടം വരൂലേ? ചേട്ടാ വിളിക്കില്ല കേട്ടാ. ജാട. ജാടേ അതേതപ്പം എൻ്റെ ജാടയാണേ. ചേട്ടാ. ആ ഓക്കെ. ഗുഡ് ബൈ. അമ്മമ്മന്ന് എങ്ങനെ വിളിക്കാം? അമ്മമ്മ. അമ്മമ്മ. അമ്മമ്മേനെ എങ്ങനെ വിളിക്കുക? അമ്മമ്മ. അമ്മമ്മ വന്നില്ല, വീഡിയോ കോൾ വന്നില്ല. അമ്മ വിളി. അമ്മമ്മ വിളിച്ചാ വരും. അമ്മ വിളി. അമ്മമ്മ. ഹലോ. ഹലോ അമ്മമ്മ. ആ ബബ്ബാന്ന് വിളിക്കുന്ന കേട്ടാ. മാ നേരെ വരില്ല. ഓക്കെ. അപ്പുപ്പാന്ന് വിളിച്ചേ. അപ്പുപ്പ. 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 ആ കേട്ടില്ല. എങ്ങനെയാ അപ്പൂപ്പ വിളിക്കുന്നത്? അപ്പൂപ്പ. അപ്പൂപ്പ വിളി. വിളിക്കാവോ പ്ലീസ്? ഇറ്റ്സ് എ റിക്വസ്റ്റ്. അപ്പൂപ്പ അവിടെ ഇല്ല. അപ്പൂപ്പനോട് ഇല്ല. അത് വീഡിയോ കോൾ അല്ല കണ്ണ. അപ്പൂപ്പ വിളിച്ചേ. അപ്പൂപ്പ. ആ അപ്പൂപ്പ. ഓക്കെ. പപ്പേനെ എങ്ങനെയാ വിളിക്കുന്നത്? നമ്മുടെ പപ്പ, നമ്മുടെ കരുവാറ്റയിലെ പപ്പേനെ എങ്ങനെയാ വിളിക്കുന്നത്? പപ്പ. പപ്പ. ആ പപ്പ. അച്ഛമ്മ എന്ന് വിളിക്കാൻ അറിഞ്ഞുകൂടാ കേട്ടോ. അച്ഛമ്മ അത് വന്നിട്ടില്ല. അച്ഛമ്മ വിളിക്കുവോ പ്ലീസ്? അച്ഛമ്മക്ക് സന്തോഷമാവും വിളിച്ച. അച്ഛമ്മ.
ഓ നമ്മൾ മിതിമാമൂനെ എന്താ വിളിക്കുന്നേ? മിതിമാമൂനെ തിതി തിതി മാമു എങ്ങനെയാ വിളിക്കുന്നത്? തിതി മാമു തിതി മാമു. ഇപ്പൊ തിതി എന്നാണ് കേട്ടോ അവനെ വിളിക്കുന്നത്. ഇടയ്ക്ക് മാമൂന്ന് വിളിക്കുമായിരുന്നു, ഇപ്പൊ തിതി എന്നാണ് വിളിക്കുന്നത്. നമ്മൾ മുത്തിനെ എങ്ങനെയാ വിളിക്കുന്നത്? മുത്തശ്ശീനെ മുത്തെന്നാണ് വിളിക്കുന്നത്. മുത്തശ്ശീനെ എങ്ങനെയാ വിളിക്കുന്നത്? മുത്തശ്ശീനെ എങ്ങനെയാ വിളിക്കുന്നത്? മുത്തേ മുത്തേ. ആ മുത്തേ എങ്ങനെയാ വിളിക്കുന്നത് നമ്മള് മുത്തശ്ശീനെ? മുത്തേ. ഇവനെ കൊണ്ട് നമുക്ക് ഒന്നും കമ്പൽ ചെയ്ത് ചെയ്യിക്കാൻ പറ്റൂല. ഇവനെ തോന്നി മാത്രമേ വിളിക്കത്തുള്ളൂ. ആ ആ ദിദി ദിദി ദിദി. ആ ചേച്ചി. ആ കരയണ്ട കരയണ്ട, അവള് പോയോ? സാരമില്ല, അവക്കെ വിഷമത്തി പോയതാ. ദേ ആലിയുടെ അടുത്ത് വന്നിരുന്നോ? ആലിയുടെ അടുത്ത് വന്നിരുന്നോ? ആലി ചേട്ടൻ. ദേ ആലി മെല്ലെ മെല്ലെ മെല്ലെ. ചേട്ടാ ചേച്ചി ചേച്ചി. ചേച്ചിയും ചേട്ടനെ മാറിപ്പോയതിൻ്റെ നല്ല വിഷമം ഇതൂട്ടനുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു ഒരു വിഷമിച്ചിരിക്കുന്നതുകൊണ്ടാണ്, കാര്യമാക്കണ്ട, പിന്നെ കളിക്കാൻ വരും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ ഇതൂട്ടൻ പുതിയ കുരുത്തക്കേടുകൾ എന്തൊപ്പിക്കാന്ന് ആലോചിക്കാനായിട്ട് പോയി. അപ്പോഴേക്കും പുറത്ത് പോകാനായിട്ട് രണ്ടുപേരും ബഹളം ഉണ്ടാക്കി. പിന്നെ ഞാൻ കുറച്ച് നേരം രണ്ടുപേരെയും പുറത്താക്കി. ഡാഡ വരൂ. ജനൽ വഴി ഡാഡ ഇപ്പോൾ വരുമെന്നും പറഞ്ഞ് നിൽക്കുവാണ് ഇതൂട്ടൻ. ദേ വാതുക്കൾ രണ്ടുപേരും വെയിറ്റ് ചെയ്യാണ് അച്ഛനായിട്ട്. ഇങ്ങനെ 3 പേരും കാര്യമായിട്ട് വെയിറ്റ് ചെയ്യാണ് അച്ഛനെ കാണാനായിട്ട്. പിന്നെ അവരുടെ ഒരു എന്താ പറയുക വിഷമമൊക്കെ മാറ്റാനായിട്ട് ഞാൻ കുറച്ച് ബിസ്ക്കറ്റ് കൊടുത്തു. ഞാനുള്ളതുകൊണ്ട് ബിസ്ക്കറ്റ് കഴിക്കുക, അല്ലെങ്കിൽ അതൊന്നും കഴിപ്പില്ല കേട്ടോ, വേറെ ആരെങ്കിലും ആണ് കൊടുക്കുന്നതെങ്കിൽ. അതിൻ്റെ ഇടയിൽ ഒരുത്തൻ്റെ സൂപ്പർ ഫാസ്റ്റ് പോലെ നേരെ സ്റ്റേഴ്സ് കയറി. എന്നിട്ട് ഈ കൂടെ എന്തിനാ അമ്മ ഇവിടെ ഇട്ടിരിക്കുന്നത്? ഇതുകൊണ്ട് ഒരു ഉപയോഗവും ഇല്ലല്ലോ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു ഒരു ഉപയോഗമില്ല, ഇതിവിടെ കിടന്നോട്ടെ, അപ്പോൾ നമുക്കൊരു സന്തോഷം. അനിയനെ നോക്കാനായിട്ട് ദേ ഇവിടെ ഒരുത്തൻ വന്നിട്ടുണ്ട്. എവിടെ ഇവൻ കയറിപ്പോയത്, എനിക്ക് നോക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം എനിക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സമയമായി. അപ്പം മാറ്റി വെക്കാൻ പറ്റാത്ത ഒരു ക്ലാസ് എടുക്കാനുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ സൂര്യചേട്ടൻ അമ്മേനെ അവിടെ നിർത്തിയിട്ട് വേഗം ഇങ്ങോട്ട് വന്നിട്ട് എൻ്റെ ആ ഒരു ക്ലാസ് ഒരു ½ hour ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് പോയത്. കാര്യം പിറ്റേ ദിവസം എക്സാമുള്ള ആളായിരുന്നു. അപ്പം എനിക്കത് മാറ്റി വെക്കാൻ പറ്റൂലായിരുന്നു. അപ്പോൾ അതേ സൂര്യചേട്ടനെ കാണാനായിട്ടാണ് ഈ 3 പേരും ബഹളം ഉണ്ടാക്കുന്നത്. ഏറ്റവും ചെറുതിനെ സൂര്യചേട്ടൻ ആദ്യം തന്നെ എടുത്ത് ഒക്കത്ത് വെച്ചു. എന്നിട്ട് ബാക്കി രണ്ടുപേരുടെ അടുത്തും കൂടെ പോയി. എൻ്റെ ക്ലാസ് കഴിഞ്ഞപ്പോൾ സൂര്യചേട്ടൻ പിന്നെ അമ്മയുടെ അടുത്തേക്ക് പോയി. പിന്നെ അമ്മയെ വിളിച്ചുകൊണ്ട് വന്നു. ആ സമയത്തൊക്കെ ഇതൂട്ടൻ നല്ല ഉറക്കമായിരുന്നു. പിന്നെ അമ്മമ്മ വന്നു കഴിഞ്ഞപ്പോൾ ഇതൂട്ടൻ നല്ല ഹാപ്പിയായി. ഇവിടെ ബഹളമായിരുന്നു കേട്ടോ. അമ്മയുടെ കയ്യിൽ ഇരുന്ന് ഒരു തുണിക്ക് വേണ്ടി രണ്ടും കൂടെ അവിടെ ബഹളമായിരുന്നു. എന്നിട്ട് അവൻ ആ തുണി നോക്കിയാണ് അവിടെ ഇരിക്കുന്നത്. ആലി ഒരുത്തിയുടെ ബോൾ അലമാരയുടെ തൊട്ട് കീഴിൽ കിടപ്പുണ്ടായിരുന്നു. അവൾക്ക് എടുക്കാനൊക്കെ പറ്റും. ആദ്യം ഇച്ചിരി നേരം ബഹളം ഉണ്ടാക്കി, ആരും എടുത്തു കൊടുക്കുന്നില്ല എന്നുണ്ടപ്പോൾ അവൾ തന്നെ എടുത്തിട്ട് അവളൊരു മടിച്ചിയാണ്. ഒരുത്തൻ്റെ പോയി ആ ഒരു ഡോറിൻ്റെ കുറ്റി ഇട്ടത് കണ്ടോ? ഇതുപോലാണ്. ഇനി ഇവിടെ എന്തെങ്കിലുമൊക്കെ സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ വാങ്ങി വെക്കണം, അല്ലെങ്കിൽ ഇവനകത്ത് കയറി ചിലപ്പോൾ കുറ്റിയിട്ട് കളയും. പാല് കുടിക്കാൻ പോയത്. പിന്നെ കുറേ നേരം ഇവർ രണ്ടുപേരും കൂടെ ഇരുന്ന് ഒരുമിച്ച് ഭയങ്കര ബഹളമൊക്കെ ആയിരുന്നു. ഇവന് സൂര്യചേട്ടൻ്റെ അമ്മയോടും ഭയങ്കരമായിട്ട് ഇങ്ങനെ കുരുരുപ്പ് സ്നേഹമാണ്. രണ്ടുപേരുടെ അടുത്ത് ഇങ്ങനെ പോയിരുന്ന് കളിക്കുക, കടിക്കുക, ഉമ്മ കൊടുക്കുക, അങ്ങനെയൊക്കെയാണ്. അപ്പം അമ്മ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ ചെയ്യല്ലേ, മുടിയിലൊന്നും പിടിക്കല്ലേ, ആരുടെ എല്ലാവർക്കും നോവെന്നൊക്കെ പറഞ്ഞ് കളിക്കുന്നുണ്ടായിരുന്നു കുറേ നേരം. പിന്നെ അമ്മയുടെ അടുത്തുനിന്ന് മാറുന്നുണ്ടായിരുന്നില്ല. അമ്മ എവിടെ പോയാലും കൂടെ പോകും, ഒക്കെ കയറിയിരിക്കും, എന്നിട്ട് ചിരിച്ചുകൊണ്ട് കൂടെ പോവും. ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ വരും, ബാത്റൂമിൽ പോയതാ, ഇപ്പോൾ വരും, ഇപ്പൊ വരും, ഇപ്പൊ വരും. എന്നെ കാണിച്ചിട്ട് പരാതിയായി, എന്നെ കൊണ്ടുവരപ്പോ. അമ്മയ്ക്ക് പോവാതിരിക്കാൻ പറ്റില്ലായിരുന്നു വീട്ടിൽ. അച്ഛൻ അവിടെ വയ്യാണ്ടിരിക്കുകയാണല്ലോ.
അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മ വേഗം തന്നെ പോയി. അതുകൊണ്ട് ഇവിടെ ഒരാൾക്ക് ഭയങ്കര വിഷമമായിരുന്നു. അമ്മ പോയി കഴിഞ്ഞിട്ട് ഇവിടെ കിടന്ന് അമ്മമ്മ 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 എന്ന് പറഞ്ഞപ്പോൾ ആളായിരുന്നു. പിന്നെ ഞാൻ വീഡിയോ കോൾ വിളിച്ച് കാണിച്ചു കൊടുക്കും. അതാണ് ഇവൻ ആകെ ഉള്ളൊരു സമാധാനം. കിസു ആലയകത്ത് നിന്ന് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം അവരോടും ടാറ്റയൊക്കെ പറഞ്ഞിട്ട് അപ്പം അമ്മ ഇറങ്ങുകയാണ്. കിസുവിന് നല്ല വിഷമമായിരുന്നു കേട്ടോ. കിസിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആലിയും തറയുന്നു നോക്കുന്നുണ്ട്. കാണാൻ പറ്റുന്നുണ്ട് ഇല്ലായിരിക്കും, കാണാൻ പറ്റുന്നില്ലായിരിക്കും ജനൽ വഴി ആയതുകൊണ്ട്. പിന്നെ ഇതുകൊണ്ട് പിന്നെ പറയാനുണ്ടോ, ഭയങ്കര വിഷമമായിരുന്നു. എത്തി നോക്കുകയായിരുന്നു. എഴുതൂട്ടാ, വിഷമിക്കണ്ട, പിന്നെ വരും കേട്ടാ. അമ്മ പോയി കഴിഞ്ഞും പിന്നെ കുറേ നേരം അമ്മമ്മ അമ്മമ്മ അബബ എന്നാണ് കേട്ടോ വിളിക്കുന്നത്. അത് പറഞ്ഞ് ബഹളമായിരുന്നു. പാവ എൻ്റെ ചെയ്തു.